ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സൺഡേ ആണ് ആൻഡ് സൺഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് ഒരു കുട്ടി വ്ലോഗ് നമുക്കൊന്ന് കണ്ടാലോ. സോ വാ. അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് പ്രേം പോകുന്നു. ടാറ്റാ. ഒരു സ്കൂൾ കുട്ടിയെ പോലെ കുറേ ബാഗുകളുമായിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ആളുടെ വണ്ടി വന്നു, അസിസ്റ്റൻ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാനില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇനി ഞാൻ എന്താ ചെയ്യുക, കുറച്ച് ബ്രീതിങ് എക്സസൈസും വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വർക്കൗട്ടായിട്ടൊന്നുമില്ല, കുറച്ച് ബ്രീതിങ് എക്സസൈസ്, നോർമൽ മെഡിറ്റേഷൻസ് അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാവും. ഇൻ ബിറ്റ്വീൻ ചെറുതായിട്ടൊന്ന് അടിച്ചു വാരൽ മാത്രം. കാരണം മിനിങ്ങാന്ന് അടിച്ചു വാരി തുടച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഇന്നലെ പിന്നെ അടിച്ചു വാരിയില്ല, സാറ്റർഡേ ഇന്നലെ ഒന്നും ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചെറിയൊരു അടിച്ചു വാരലിൻ്റെ മാത്രമായിട്ടുള്ളൊരു പണിയുണ്ട്, അത് മാത്രം, അത്രേ ഉള്ളൂ. സോ അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. പിന്നെ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പം പുറത്തേക്ക് പോകണം. അതുവരെ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. യെസ്. യെസ്. അപ്പോൾ ബ്രീതിങ് എക്സസൈസ് സംഭവം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫേസ് ഈ ഐസ് വാട്ടറിൽ, ഐസ് ക്യൂബിലത്തെ ഇതില് ഡങ്ക് ചെയ്യാൻ പോവാണ്. ഇത് റീസെന്റ് ഞാൻ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഞാനല്ല, പ്രേം വാങ്ങിച്ചതാണ്. അല്ലാതെ ഞാൻ ചെയ്യുമ്പോൾ പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഐസ് വെള്ളത്തിലേക്ക് ഫേസ് മുക്കാൻ പോവാണ്. യെസ്. കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് രാവിലത്തെ ഒരു പഫിനെസ്സും അല്ലെങ്കിൽ ഫേസിനുള്ള ഒരു റിലാക്സേഷനും കൂടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് സംഭവം. വാരി ഞാൻ അടുക്കള വരെ എത്തിയിരിക്കുന്നു. അത്യാവശ്യം പൊടി ഒരു ദിവസം നമ്മൾ അടിക്കാതിരുന്നാലും ഭയങ്കരമായിട്ട് പൊടി വരും. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. അതാണ് നമ്മുടെ നാട്ടിലത്തെയും ഇവിടത്തെയും ഒരു വ്യത്യാസം. പൊല്യൂഷൻ നല്ല രീതിയിൽ കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ താമസിക്കുന്ന മൂവാറ്റുപുഴ അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് അത്രയ്ക്ക് പൊടിയൊന്നും നമ്മൾ ഒരു ദിവസം അടിച്ചു വാരിയില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ്, ഡെയിലി അടിച്ചു വാരിയില്ലെങ്കിൽ അങ്ങ് പൊടി വരും. അതാണ് സംഭവം. വലിയ കഷ്ടമാണ് അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെയിലി അടിച്ചു വാരണം. പക്ഷെ ചില സമയത്ത് നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല, അപ്പൊ ഡെയിലി അടിച്ചു വരാനും പറ്റില്ല. അപ്പൊ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പരിപാടിയിലേക്ക് കടക്കും. യെസ്. ഇവിടുത്തെ മെയിൻ ഒരു സാധനം, ഇവിടുത്തെ വേസ്റ്റ്
വേസ്റ്റ് എടുക്കാനായിട്ട് ആൾക്കാർ വരുമല്ലോ. ഇതൊന്നും എനിക്ക് ട്രിവാൻഡ്രത്തെ വീട്ടിലോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ വീട്ടിലൊന്നും ചെയ്ത് ശീലമില്ല. ആൻഡ് തൃപ്പൂണിത്തുറ ഫ്ലാറ്റിൽ പണ്ട് നിന്നപ്പോ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കവറിലാക്കിയിട്ട് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് വേറെ മറ്റേ വേസ്റ്റ് വേറെ ഒക്കെ ആക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സ്ഥിതി. യെസ്, അപ്പൊ ഇന്നത്തെ വേസ്റ്റ് കൂടി ഞാൻ കൊണ്ടിട്ടിട്ട് വരാം. ഇത് അടുത്ത വേസ്റ്റ്, അതായത് നമ്മുടെ ടിഷ്യൂ, നമ്മുടെ റൂമിലത്തെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, ടിഷ്യൂ പേപ്പർ, അത് ഇത് മറിച്ചത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേസ്റ്റ്. അങ്ങനെ പലതരം വേസ്റ്റുകൾ രാവിലെ കൊണ്ടിടുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. ഞാനൊക്കെ വീട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ തിരുവനന്തപുരത്താണെങ്കിലും മൂവാറ്റുപുഴയാണെങ്കിലും എല്ലാം പറമ്പിലേക്ക്, ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് പറമ്പിലേക്ക് ഇടും. പിന്നെ എന്താ പറയുക, ചോറ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പശുവിന് കൊടുക്കാനുള്ള കാടിവെള്ളത്തിലേക്ക് ഇടും. പഴത്തിൻ്റെ തൊലി അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതാ നമുക്കിങ്ങനെ പാക്കറ്റിൽ കെട്ടി പുറത്ത് വയ്ക്കുന്നതില്ലല്ലോ. ഇവരാണെങ്കിൽ എടുത്തിട്ടുമില്ല ഇന്നലെ. ഇനി സ്ഥലമില്ല ഇന്നത്തെ ദിവസം വയ്ക്കാനായിട്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു എന്തായിരുന്നു, ഇന്നലെ വല്ല ഹോളിഡേ ആയിരുന്നു. പക്ഷെ നോർമലി സാറ്റർഡേ ഒക്കെ എടുക്കാറുണ്ട്. ഇന്നലെ വന്ന് എടുത്തതേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. നമ്മുടെ ഈ കോമ്പൗണ്ടിൽ 3 ഫാമിലി ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വേസ്റ്റ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഫാമിലിയാണ്. അപ്പൊ എന്തായാലും കുറെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പുറത്തെ ഫാമിലി ഓക്കെ ചെറിയ സ്മോൾ ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ വളരെ സ്മോൾ ഫാമിലിയാണ്. പക്ഷെ വേസ്റ്റ് അവർ എടുക്കാത്തതുകൊണ്ട് കുന്നുകൂടി കിടക്കുക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനി ഒറ്റൊരു വേസ്റ്റും അവിടെ കൊണ്ടിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളാണ്. അതിന് മുൻപ് ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. യെസ് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ഇത് ഓൾമോസ്റ്റ് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ആപ്പിളാണ്. ഒരു ആപ്പിളും പിന്നെ ഈ പറഞ്ഞ യോഗട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നോർമൽ എന്താണോ ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കും. സോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ആപ്പിൾ അല്ലെങ്കിൽ യോഗട്ട്, ചിലപ്പോൾ ആപ്പിളിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും, അല്ലെങ്കിൽ ആപ്പിൾ മാത്രം കഴിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ രാവിലത്തെ പരിപാടികൾ. ഇനി കുറച്ച് തുണി നമ്മൾ നനയ്ക്കാനിട്ടുണ്ടായിരുന്നു, അതൊക്കെ തോരിടണം. അപ്പോൾ ഞാനൊരു ആന്റി ഇൻഫ്ലമേഷൻ ഡയറ്റ് പോലത്തെ ഒരു സാധനം കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഞാൻ എന്താ പറയാ, ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അങ്ങനെയായിരിക്കും എൻ്റെ റുട്ടീൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് രാവിലെ ഈ ആപ്പിൾ കഴിക്കുന്നതും. പിന്നെ ഉച്ചയ്ക്കും ഞാൻ ഇപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അഗെയിൻ ഒരു ആപ്പിൾ കഴിക്കും. പിന്നെ വൈകുന്നേരം ഞാൻ സൂപ്പ് പോലെയോ അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയോ അങ്ങനെ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെയും കൂടെ ആപ്പിൾ കഴിക്കും. ആൻഡ് ബ്ലൂബെറീസ് കഴിക്കും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ അധികം അതിന് ശ്രദ്ധ കൊടുക്കാതെ കഴിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഡയറ്റിന്റെ ആവശ്യം ഇപ്പോൾ എൻ്റെ ഒരു ബോഡിക്ക് ആവശ്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ അതൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ. അപ്പോൾ ഞാൻ ഈ എന്താ പറയാ, കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഈ തുണി തോരയിടാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി കുറെ നേരമായിട്ട് തുണി നനച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് കുറച്ച് തോര ഇട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണികൾ ആക്ച്വലി എനിക്കില്ല. കാരണം ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. അവിയലും ചോറും ഈ 2 സാധനങ്ങളും ആയിരിക്കും ഞാൻ കഴിക്കാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് കടയിൽ നിന്ന് മേടിക്കായിരിക്കും ചെയ്യാം, ഉണ്ടാക്കില്ല. കാരണം നാളെ മറ്റന്നാളൊക്കെ എനിക്കും ഷൂട്ടുണ്ട്. അപ്പോ അത് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. കാരണം പ്രേമ ഷൂട്ടിന് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ നിൽക്കില്ല. അപ്പൊ അതാണ്, വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ പണികളൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തുണിയൊക്കെ തോരയിട്ട് കഴിഞ്ഞിട്ട് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാമെന്ന്. യെസ് അപ്പോ ഉച്ചയ്ക്ക് ഞാൻ ആദ്യം വിചാരിച്ചല്ലോ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ചോറുണ്ടാക്കാം. അങ്ങനെ ഞങ്ങള് ഒരു റൈസ് കുക്കർ അല്ല ഇത്, ആണോ എനിക്കറിയില്ല, പെട്ടെന്ന് ചോറൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സാധനം.
നിങ്ങളിത് ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ ആയി കിട്ടും. അറ്റ് എ ടൈം തന്നെ അതിനകത്ത് മുകളിൽ ഒരു പാത്രമുണ്ട്, വേണമെങ്കിൽ വെജിറ്റബിൾസ് വെക്കാം, മുട്ട വെക്കാം, അതൊക്കെ ബോയിൽ ആയി കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചോറ് വെച്ചു, കാരണം ഞാൻ മാത്രമേ ഉള്ളൂല്ലോ. പിന്നെ ഞാൻ ചീര മോരുകറി എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ അധികം കിട്ടാറില്ല, കഴിക്കാറില്ല, വെക്കാറില്ലാത്തൊരു സാധനമാണ്. വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊക്കെ വെക്കും. ചീരത്തോരനും അല്ലെങ്കിൽ ചീര മോരുകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും ചുമന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ട്രൈ ചെയ്യാന്നല്ല അത് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇന്ന് ചോറും ചീര മോരുകറിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ. യെസ്, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആണ്. ആദ്യം ഞാൻ ഈ ചീര ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട്, മൊത്തം കുക്കിംഗ് വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, ഇതൊന്നും പിടിക്കാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ പ്രാഥമിക സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു. ഞാൻ ചീര അരിഞ്ഞു വെച്ചു, ചെറിയ ഉള്ളി, പച്ചമുളക്, ഗാർലിക്, ജിഞ്ചർ, അപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഇനി നമ്മൾ തൈര് അടിക്കണം. അതുകൊണ്ട് കുറച്ച് തൈര്, ജീരകം, മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ട് തൈര് അടിക്കാൻ പോവാണ്. പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം നമ്മൾ അടുപ്പിലേക്ക് അങ്ങ് വെച്ച് താളിച്ച് വേവിച്ച് അതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനുള്ള പെട്ടെന്നൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ മോര് കാച്ചിയതിന്റെ റെസിപ്പി വന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചീരയുടെ വന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓക്കെ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. സോ ഇൻസ്റ്റാഗ്രാം റീലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ കുക്കിംഗ് ഐറ്റംസ് ഡിസൈഡ് ചെയ്യുന്നതും പിന്നെ ചില പുതിയ ഐറ്റംസ് ഞാൻ കണ്ടുപിടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം യൂട്യൂബും ഇൻസ്റ്റയൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി പക്ഷെ ഞാൻ അതിൽ നോക്കിയിട്ടില്ല, കാരണം എനിക്ക് അമ്മ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ചീരയുടെ. പക്ഷെ അത് ഉണ്ടാക്കാനുള്ളൊരു തോന്നൽ വന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഇത് കണ്ടുകൊണ്ടാണ്. ചൂട്, ചെന്നൈയിൽ ഭയങ്കര ചൂട്. പിന്നെ പൊതുവെ എനിക്ക് ഭയങ്കര ചൂടുള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ആണ് സത്യം. പക്ഷെ ഇറ്റ്സ് പാർട്ട് ഓഫ് കിച്ചൺ ഡ്യൂട്ടി. ഫാൻ വയ്ക്കാൻ ഇവിടെ പ്രൊവിഷൻസ് ഇല്ല, അപ്പൊ ഫാൻ വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സഹിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇത് അടിക്കാൻ പോവാണ്. അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. സോ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം കൂടി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ ചീര അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കേണ്ടി വരും. ഓക്കേ, സോ നമ്മുടെ ചീര സംഭവങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്തു. ഇനി ഫൈനൽ സ്റ്റേജ് നമ്മുടെ തൈര് അടിച്ചു വെച്ചത് അതിനകത്തേക്ക് ഒഴിച്ചാൽ മാത്രം മതി. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടികൾ തീർന്നു. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി. ബാക്കി ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നന്നാവും, ചീര ആയതുകൊണ്ട് ചതിക്കില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഈ മെസ്സപ്പായിട്ട് കിടക്കുന്നത് അടുക്കളയാണ്. ശരിയാക്കുമ്പോഴേക്കും വിശക്കും. യെസ്, അപ്പോൾ നമ്മുടെ ചീര മോര് കറി റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് അതിന്റെ ഫൈനൽ രൂപം. സോ ചീര മോര് കറി അതിന്റെ ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. പിന്നെ ഞാൻ ഒരാൾ മാത്രമായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ അധികം തൈര് ഒഴിച്ചിട്ടില്ല, കാരണം ഇന്നും നാളെയായിട്ട് തീർക്കണമല്ലോ, അതുകൊണ്ട് അത്രയും ഒഴിച്ചിട്ടില്ല. സോ ഞാൻ ചോറെടുത്തു, ചീരക്കറി ഇങ്ങനെ ഒഴിച്ചു. യെസ്, സോ ഇതാണ് എൻ്റെ ലഞ്ച്. ആരുമില്ലാത്ത ഈ ഒരു സൺഡേയിൽ എൻ്റെ ലഞ്ച് ഇതാണ്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അരിഞ്ഞ് ചീരക്കറി ഉണ്ടാക്കി. എനിക്ക് ചീര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടോന്ന് പറഞ്ഞിട്ട്, ചീര എന്ന് പറയുമ്പോൾ അപ്പം തന്നെ സ്കൂളിൽ പണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ ചോറിന്റെ മുകളിൽ ഇങ്ങനെ ചീര തോരൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അമ്മ തന്നുവിടാം. സോ നമ്മള് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അതൊന്ന് തുറക്കുമ്പോൾ ചോറൊക്കെ നല്ല ചുമന്നിരിക്കും. അപ്പോൾ മിക്ക സമയത്തും എനിക്ക് അങ്ങനെയായിരിക്കും. ചീരത്തോരൻ ഉണ്ടെങ്കിൽ നല്ല ചുമന്ന ചോറായിട്ട് കിട്ടാൻ എനിക്ക് ലഞ്ചിന്റെ സമയത്ത് ഭയങ്കര കൊതിയാണ്. അത് കാണാൻ തന്നെ. അന്ന് ചീരയുടെ നമുക്ക് നല്ല പ്രോട്ടീൻ അല്ല സോറി ഹെൽത്തിയാണ്, നല്ല ഫൈബർ അടങ്ങിയ ആഹാരമാണ്, അങ്ങനെയൊന്നും നമുക്ക് അറിവില്ല. പക്ഷെ ചീരയുടെ ഈ കളറും ആ റൈസും ഒക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
ഞാൻ ഉണ്ടാക്കിയത് കൊള്ളാം, ഒത്തിടും നല്ലത്. യെസ്. അപ്പം ചീര എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക. ആ ഒരു സാധനം ഉച്ചയ്ക്ക് ചോറുണ്ടാനായിട്ട് കാത്തിരിക്കും. ചീരത്തോരൻ അമ്മ തന്നുകൂടെ ചോറ്, ചീരത്തോരൻ, ചില സമയത്ത് മുട്ട ഓംലെറ്റ്, അല്ലെങ്കിൽ ചില സമയത്ത് ചോറും ചീരത്തോരനും എന്തെങ്കിലും അച്ചാറ്, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. വേറെ ആ സമയത്ത് കറികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ച് അങ്ങൊരു പിടുത്തങ്ങ് പിടിക്കുമ്പം ആയിവാ. അപ്പൊ നിങ്ങൾക്കും ചീരത്തോരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. ചീര, ബീട്രൂട്ട് എല്ലാം ഒരു സെയിം വർഗത്തിലാണ്, പക്ഷെ ചീരയാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മ വരുന്നത്. അത് ചീര മോര് കറി അറിയില്ലാത്തവര്, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. സിമ്പിളാണ്. ചീര, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജിഞ്ചർ, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ മതി. തൈര് അടിക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും ജീരകവും ഇട്ടിട്ട് അടിക്കുക. ഉള്ളിയും അതൊക്കെ വഴറ്റി എല്ലാ സാധനങ്ങളും വഴറ്റിയിട്ട് ചീര ഇട്ടിട്ട് കുറച്ചു നേരം അതിങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന തൈര് ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, റെഡി. ഓക്കെ, യെസ്. അപ്പൊ ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോ ബാക്കി വിശേഷങ്ങൾ അപ്പോൾ ബൈ. സോ ഞാൻ പുറത്ത് പോകാനായിട്ട് റെഡിയായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ, അത്ര ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ല. സോ ഞാൻ എന്ത് ചെയ്തു, മുടി പോണിറ്റയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ലൂസായിട്ടുള്ള, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അല്ല, ഇത് പ്രേമിൻ്റെയാണ്, പ്രേമിൻ്റെ ടീഷർട്ട് എടുത്തിട്ടു. കാരണം ഈ ചൂട് സമയത്ത് എനിക്ക് എന്താ റെഡി ആവാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്. സോ അതുകൊണ്ട് റെഡി ആവാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയം മെനക്കെടാൻ എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതാ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടു. ഇതും ഒരു ജീൻസ് ഒന്നുമല്ല, ഒരു ലൂസായിട്ടുള്ള പാൻറ്റാണ്. സോ അതും എടുത്തിട്ടു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല ഞാനിങ്ങനെ ഓവർ സൈസ് ആയിട്ട് എനിക്ക് ചേരാത്തതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. അപ്പം അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ, ഇത് എന്ത് കോലാണ് പാറു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് എന്തിനാണ് ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത്, നിനക്ക് പാകമുള്ളവരെന്നെ ഇട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. പക്ഷെ എന്ത് ചെയ്യാനാ, ചില സമയത്ത് ചൂടത്ത് എനിക്ക് ഇതാവുമ്പോൾ ഇത്തിരി എൻ്റെ ശരീരത്തിൻ്റെ ഒന്നും തൊടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു സമാധാനം. അല്ലാതെ എൻ്റെ നോർമൽ ഇപ്പം നമ്മളൊരു ടീഷർട്ട് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ജീൻസൊക്കെ അയ്യോ എനിക്ക് ഓർക്കാനും കൂടി പറ്റില്ല. ചുരിദാർ എല്ലാം ആണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അതുപോലെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നല്ലതായിട്ട് എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത് അഴിച്ചിട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. അതിനും എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ഭയങ്കര ചൂടാ, അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ കൂടുതലുള്ളൊരു ബോഡിയാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നു. അമ്മയുടെ ചീത്തവിളി കേൾക്കാനായിട്ട് ഞാൻ കാതോർത്തിരിക്കുകയാണ്. നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അമ്മ ചീത്ത വിളിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ റെഡിയായി, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, ബൈ. യെസ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു മൊറോക്കൻ സ്പാ എന്നൊക്കെ അതിന് പറയാം. സോ മൊറോക്കൻ ഹമാം സ്പാ ചെയ്യാനായിട്ട് നമ്മുടെ ചെന്നൈയിൽ ആൽവാർപേട്ടിലുള്ള മരാക്കേഷ് എന്ന് പറഞ്ഞൊരു സലൂണിലാണ്. സോ ഇതങ്ങനെ പ്രമോഷനോ അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അന്വേഷിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. ആൻഡ് ഐ ലവ് മൊറോക്കൻ സ്പാ. ഞാൻ ദുബായിൽ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ് സ്കിന്നിന് വേണ്ടിയിട്ട്. ആൻഡ് മൊത്തം ബോഡി നമുക്ക് അടിപൊളിയാവും. ഒരു 2 ആഴ്ചയൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും കേട്ടോ. പേഴ്സണലി ഞാൻ ദുബായ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കാം. സോ യെസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അകത്തേക്ക് പോകാം. അകത്ത് കയറുമ്പോൾ തന്നെ ഒരു റോയൽ ഫീൽ. സോ അങ്ങനെ എൻ്റെ സ്പായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ ഹെയർ ഡ്രൈ ചെയ്ത് തന്നു, എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എന്താ ഫുൾ ബോഡി കുഞ്ഞു കുട്ടികളെ പോലെ തേച്ച് വരച്ച് ചൂട് വെള്ളത്തിൽ കുളിച്ചു. ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അറിയാതെ ചില സമയത്തൊക്കെ ഉറങ്ങിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു മൊറോക്കൻ. അപ്പം
ചെന്നൈയിൽ ആൽവാർപേട്ടിലാണ് ഞാൻ വന്നത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ നോക്കൂ. എൻ്റെ മുഖത്ത് ആ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ആനന്ദമുണ്ടോ? നോക്കൂ. മനസ്സിനെന്തായാലും ആനന്ദമുണ്ട്, മുഖത്തിനുണ്ടോ ഇല്ലയോ. ഭയങ്കര രസമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മൊറോക്കൻ ടീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ. വാട്ട് ഈസ് ദിസ്? ഗ്രീൻ ടീ. Moroccan tea with ginger or what? For Moroccan tea powder is different. Oh. Chudu. Sweet, ah? Yes. Okay. Oh, that baklava. Oh, nice. ഹായ്. സോ ഞാൻ എൻ്റെ പുറത്ത് പോയി വന്ന് ഭയങ്കര വിശപ്പായിരുന്നു. കാരണം കുറേ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ഒക്കെ ആയപ്പോൾ നമുക്ക് നല്ലൊരു നീന്തിക്കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഒരു വിശപ്പ് കൂടില്ലേ. അതേപോലെയായിരുന്നു എനിക്ക്. ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ. അപ്പോൾ വീട്ടിൽ വന്ന വഴി തന്നെ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തു ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും ഓർഡർ ചെയ്തു. സോ വീട്ടിൽ വന്നു, നേരെ അതുകൊണ്ട് കഴിക്കാൻ പോവാണ്. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കും. ഇപ്പോൾ ഓൾറെഡി 6:45 ആയി. അപ്പോൾ അതുകൊണ്ട് ഇതിലും നേരത്തെ കഴിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ കഴിക്കും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കഴിക്കും. അപ്പോൾ നല്ല ചൂട് ഗോബി മഞ്ചൂരിയന് 2 ചപ്പാത്തി, അതാണ് എൻ്റെ ഡിന്നർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ. സോ ഇന്നത്തെ ഡേയും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. യെസ്. സോ എൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൺഡേ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കാണിച്ചത്. ആസ് യൂഷ്വൽ എല്ലാവരുടെയും ജീവിതത്തിലെ പോലത്തെ കുറേ കാര്യങ്ങൾ. ഫുഡ് കഴിച്ചു, വെറുതെ ഇരുന്നു, കുറച്ച് പണി ചെയ്തു, ഒന്ന് സെൽഫ് കെയർ ചെയ്യാനായിട്ട് പോയി, തിരിച്ചു വന്നു, വീണ്ടും ഫുഡ് കഴിച്ചു. ഇനിയിപ്പം പ്രേം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സിനിമ എന്തെങ്കിലുമൊക്കെ കാണും, പിന്നെ ഉറങ്ങും. ആളെന്തായാലും വരുമ്പം ഷൂട്ട് കഴിഞ്ഞിട്ട് ലേറ്റ് ആവും, ടയേർഡായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും ഒരു സിനിമ, അത് ഞങ്ങളുടെ ഒരു ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾക്കൊരു അതാണ് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ കാണും. എന്താ പറയുക, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സിനിമയെക്കുറിച്ചിട്ടുള്ളൊരു കോൺവെർസേഷൻ, അങ്ങനെയാണ് ഞങ്ങളുടെ ഡേ എൻഡ് ചെയ്യുക. അപ്പോൾ യെസ്, അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പ്രേം വിളിക്കുന്നു. അപ്പോൾ വരാറായി. ബൈ.